السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അറഫ ദിവസം. ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഹാജിമാർ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടുന്ന അറഫ ദിവസം, ആ അറഫ സംഗമം അത് നോക്കിക്കൊണ്ട് അല്ലാഹു തആല അവൻ്റെ മലക്കുകളോട് അഭിമാനം പറയുമത്രേ, എൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നും ലക്ഷോപലക്ഷം അടിമകൾ ഇതാ അറഫ മൈതാനത്ത് സംഗമിച്ചിരിക്കുന്നു. അവിടൊക്കെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ എന്താണെങ്കിലും ഞാൻ അവർക്ക് സാധിപ്പിച്ചു കൊടുക്കും. അവരിൽ രോഗികളുണ്ട്, ശിഫ നൽകാൻ ഞാൻ തയ്യാറാണ്. അതുപോലെ തന്നെ അവരിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അതുപോലെ തന്നെ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് നാം അനുഭവിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഹാജിമാർ അള്ളാഹുവിൻ്റെ മുമ്പിൽ മനസ്സിരുത്തി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് നടത്തുന്ന പ്രാർത്ഥന അള്ളാഹു തആല കബൂലാക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ ആ വിളിക്കുത്തരം നൽകി അറഫ മൈതാൻ സംഗമിച്ച ഹാജിമാരെ കൊണ്ട് അള്ളാഹു തആല അഭിമാനം പറയുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ അറഫ ദിവസത്തിൽ നടത്തുന്ന പ്രാർത്ഥനകൾക്ക് വലിയ ഉത്തരമുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറഫ ദിവസം അള്ളാഹുവിലേക്ക് കൂടുതൽ നന്മകളെ കൊണ്ടടുക്കാൻ നമുക്ക് സാധ്യമാകണം. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് കൊണ്ട് തന്നെ അവർക്ക് നോമനുഷ്ഠിക്കുക പ്രയാസമാണ്. അവർക്ക് അന്നത്തെ ദിവസം നോമനുഷ്ഠിക്കൽ കറാഹത്താണ്. എന്നാൽ ഹജ്ജിന് പോകാത്ത ആൾ നമ്മെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ദിവസം നോമനുഷ്ഠിക്കുക എന്നുള്ളത് ശക്തമായ സുന്നത്തായിട്ടാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമനുഷ്ഠിക്കൽ സുന്നത്താണെങ്കിൽ അറഫ ദിവസം പ്രത്യേകം നോമനുഷ്ഠിക്കൽ ശക്തമായ സുന്നത്തായിട്ട് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അറഫ ദിവസത്തെ നോമ്പിനെ സംബന്ധിച്ച് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സിയാമ യൗമി അറഫ, അറഫ ദിവസത്തെ നോമ്പ് എന്നുള്ളത് ഇന്നി അഹ്തസിബു അലല്ലാഹി അൻ യകഫറ സനത്തല്ലത്തി ഖബ്ലഹു വസനത്തല്ലത്തി ബഅദഹു, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ഓരോ വർഷങ്ങളിലെ പാപങ്ങൾ പൊറുപ്പിക്കാൻ മാത്രം ശക്തമായ ശ്രേഷ്ഠതയുള്ള ഒരു നോമ്പാണ് അറഫ ദിവസത്തെ നോമ്പെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ ഹദീസ് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, കഴിഞ്ഞൊരു വർഷത്തെ ദോഷം പൊറുപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ വരാനിരിക്കുന്നൊരു വർഷത്തെ ദോഷം കൂടെ പൊറുപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്ത വർഷം അയാളെ ഭാഗത്തും പാപങ്ങൾ വരാതെ സംരക്ഷിക്കപ്പെടാൻ ഈ നോമ്പ് നിമിത്തമാകുമെന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ചില മഹാന്മാർ പറഞ്ഞു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വർഷം കൂടെ അദ്ദേഹത്തിന് അല്ലാഹു തആല ആയുസ് നീട്ടിക്കൊടുക്കും. അങ്ങനെ ആ ആയുസിനിടയിൽ അദ്ദേഹത്തിന് വരെ തെറ്റുകൾ സംഭവിച്ചു പോയാൽ അത് പൊറുക്കാൻ ഈ അറഫ നോമ്പ് കാരണമായി തീരുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വിശദീകരിച്ചപ്പോൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ അറഫ ദിവസം അവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ ആത്മാർത്ഥതയോടെ ഖുലാസോടെ നോമനുഷ്ഠിക്കാനും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.